ഹലോ കൂട്ടുകാരെ, ക്രാഫ്റ്റ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്നൊരു 1.5 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൗസും സ്കർട്ടുമാണ്. പക്ഷേ അതിൻ്റെ ലൈനിങ് തുണിക്കകത്താണ് നമ്മൾ അളവെടുത്ത് വെട്ടിയേക്കുന്നത്. ഇത് സ്കർട്ടിൻ്റെ തുണിയാണ്. സ്കർട്ട് തയ്ക്കുന്നതൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ അളവിൻ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇത് 4 ഇഞ്ച് ഷോൾഡർ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കഴുത്തകലം എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചിലാണ്. 1.5 വയസ്സുള്ള ആൾക്ക് ആദ്യം കഴുത്ത് വേണ്ടല്ലോ, അതുകൊണ്ട് 1.5 ഇഞ്ചും പിന്നെ 6.25 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് അളവ് അത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇറക്കം വന്നിട്ട് 10 വേണമെന്നില്ല, അത്രയും വേണമെന്നില്ല, 9.25 ആയാലും മതി, അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ തുണി നമ്മുടെ ബ്ലൗസിനുള്ള തുണിയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 4ആയിട്ട് മടക്കി എന്ന് വെച്ചാൽ 2 ഫ്രണ്ടും ബാക്കും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് അത് ഒന്നിച്ച് നമ്മൾ ലൈനിങ്ങും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വെട്ടി. ഇത് സ്കർട്ടിൻ്റെ തുണിയാണ്. സ്കർട്ടിന് നമ്മൾ ഇതുപോലെ 4ആയിട്ട് ഫോൾഡർ ചെയ്തിട്ട് നമ്മൾ മുറിച്ച് നമ്മളതിലെ അമ്പർല കട്ട് മോഡൽ തയ്ക്കുന്നത്. 3 ഇഞ്ച് നമ്മൾ കർവ് ചെയ്തെടുത്തിട്ട് പിന്നെ 12 ഇഞ്ചിൽ നീളം ഇങ്ങനെ അനുസരിച്ച് വെട്ടി എടുക്കുക. അളന്ന് വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ സ്കർട്ട് തയ്ക്കുന്നത്. ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ 4 ലൈനിങ് കൂടെ ചേർത്തിങ്ങനെ നല്ല മിനുസമുള്ള തുണി, അത് നല്ല സിൽക്ക് പോലുള്ള തുണിയായിട്ട് നല്ല ഭംഗിയായിരിക്കും. അത് നമ്മൾ ബോഡി പാർട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ലേസ് സാരിയുടെ ബോർഡറാണ് ഗൈസ്. നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ തയ്ച്ച് കുഞ്ഞു കിടന്ന് കരയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ അത് കണ്ട ഇത്ര അതിൻ്റെ ബാക്ക് വശമാണ് കാണിക്കുന്നത്. ബാക്ക് വശത്തിനകത്ത് വള്ളി ഇട്ടിട്ടാണ് ബാക്ക് കെട്ടുന്നത്. അതിന് വള്ളി തയ്ക്കുകയാണ്. ചെറിയ വള്ളി തയ്ച്ചിട്ട് അതിൻ്റെ താഴ്വശത്ത് ലേസ് വെച്ചിട്ട് ഇങ്ങനെ പൂ പോലെ നമ്മുടെ പുറയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളിയാണത്. വളച്ചിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വള്ളി പോലുള്ള ഉടുപ്പാണ്. കൊച്ചു പിള്ളേർക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഗൈസ് അത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാനെല്ലാതായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മെയിനായിട്ട് വേണം. പിന്നെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. എല്ലാവരും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ആ ലേസ് വെച്ചിട്ടാണ് കൈ അതിൻ്റെ തയ്ച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ലേസ് വെച്ചിട്ട് അത് തന്നെ ആ വള്ളിയുടെ അറ്റത്ത് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ടുള്ള തയ്ച്ചത് കാണിച്ചു തരാം. പാവാടയും ബ്ലൗസുമാണ് ഇത്. പാവാട വന്നിട്ട് ഞാൻ ബോഡി പാർട്ട് വെച്ചേക്കുന്ന ലേസ് കണ്ടോ. പിന്നെ നമ്മൾ ബ്ലൗസ് അത് തിരിച്ചിട്ട് അതിൻ്റെ ബാക്ക് വശമാണ് അതിൻ്റെ വള്ളിയൊക്കെ കൊടുത്തേക്കുന്നത് കണ്ടോ. കുഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് അത്ര വീഡിയോ ഒന്നും എടുക്കാനുള്ള ഇത് പറ്റിയിട്ടില്ല. എന്നാലും ജസ്റ്റ് ഞാനെല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ വള്ളിയാണ് കാണിക്കുന്നത്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ പാവാട കണ്ടോ, നല്ലതാണ്. ഓക്കെ.